കൈക്ക് ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ട് മോനെ. ഏയ് ഒന്നുമില്ല അമ്മേ. ദേ ഈ കൈക്ക് ചെറിയൊരു ചതവ്, അത്രേ ഉള്ളൂ. ഇത് എത്ര ദിവസമായി മക്കളെ ഈ അപകടം ഉണ്ടായിട്ട്? ഒരാഴ്ചയായി. ഓഹോ, ഒരാഴ്ചയായല്ലേ അപകടം ഉണ്ടായിട്ട്? എന്നിട്ട് എന്നെ വിളിച്ച് പറയാൻ ഇന്നാ സമയം കിട്ടിയത് അല്ലേ മോളെ? ഞാനും എണിച്ചേട്ടനൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അന്യരാണല്ലോ. അവളെ വഴക്ക് പറയണ്ടമ്മേ. ഇക്കാര്യം പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞേ. ഇപ്പൊ അവള് രാധമ്മയെ വിളിച്ച് പറഞ്ഞത് അത് തന്നെ എനിക്കിഷ്ടായില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല രാധമ്മേ. ഇങ്ങ് വന്നേ. എന്താ ഹരിച്ചേട്ടാ? ഇവിടെ നമ്മൾ പട്ടിണിയാണെന്നൊക്കെ നീ അമ്മയോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിലും ഭേദം നിനക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ? എന്നെ വിവരം അറിയിച്ച കാര്യം പറഞ്ഞ് നിങ്ങൾ പരസ്പരം വഴക്കടിക്കണ്ട. മനുഷ്യർക്ക് ആർക്കായാലും ആപത്തുകളും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും മോനെ. അപ്പോഴാണ് സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടാവുന്നത്. മോനെ, സ്വന്തക്കാര് വരുന്നോണ്ടോ അവരുടെ സഹായം സ്വീകരിക്കുന്നോണ്ടോ ഒരു തെറ്റുമില്ല. അതൊന്നും ഒരു ദുരഭിമാനമായിട്ട് കാണല്ലേ. അതൊന്നും സാരല്ലമ്മേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും അതിന് ഞങ്ങൾ തന്നെ ഉത്തരവാദികൾ. കാരണം ഞങ്ങൾ ഒരുമിച്ച് ചേർന്നത് ഞങ്ങളുടെ മാത്രം ഇഷ്ടപ്രകാരമാണല്ലോ. ഇതൊക്കെ എന്ത് ന്യായവാദമാ മോനെ? നിങ്ങൾക്ക് വീട്ടുകാരും മാതാപിതാക്കളും ഒന്നും വേണ്ടതാണോ പറഞ്ഞു വരുന്നേ? അങ്ങനെയല്ല രാധമ്മ ഞാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശം എന്തായാലും തൽക്കാലം അതങ്ങ് മാറ്റി വെച്ചേക്ക്. വേഗം രണ്ടുപേരും റെഡിയാവും, നമുക്ക് വീട്ടിലേക്ക് പോവാം.